വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീ ദാനിഷ ഹിയ. സോ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി വ്ളോഗാണ്. ഞാനും ഉമ്മയിൽ നിന്ന് പുറത്ത് പോകുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് ഒരു വ്ളോഗായിട്ട് ഇടാൻ വിചാരിച്ചു. ഓക്കെ, അപ്പം ഇന്ന് ഒന്ന് മെഡിക്കൽ കോളേജിൽ പോകാനുണ്ട്. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പം അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, ഇങ്ങനെ പിടിക്കാതെ. ഓക്കെ ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ബാ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ പെയ്തു. അപ്പോൾ ഞാൻ ഉമ്മയും കൂടിയാണ് പോകുന്നത്. അതിനിടയിൽ ഒരു കാറൊക്കെ മുന്നിൽ വന്ന് ജാമായി. അങ്ങനെ ഉപ്പ ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ ഫറോക്ക് ഇറക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഉമ്മയും കാറിൽ പോവാണ്. അവിടെ പിന്നെ ബസ്സിന് പോകണം. അപ്പോൾ നല്ല മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിലെത്തിയപ്പം ഉമ്മ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടേ ഫുള്ള് ട്രോളായിരുന്നു. എന്നെ കയറിയത് മുതൽ ഇറങ്ങുന്ന വരെ ഫുൾ ട്രോളായിരുന്നു. കാരണം എന്നെ ട്രോളാൻ എൻ്റെ ഉമ്മയുണ്ട്, ധാരാളമാണ്. വേറെ ആരും മുന്നിലും ഇതുകൊണ്ടാണ് ഞാൻ തോക്കാത്തത്. ഓക്കെ, ഈ ട്രോള് കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് എത്തി. നല്ല മുട്ടം വെയിറ്റ് ചെയ്തു, കുറേ നേരം വെയിറ്റ് ചെയ്തു. ഞങ്ങൾ എത്തിയത് 11:30 ആകുമ്പോൾ എത്തിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു, 2 മണി ആയിട്ടുണ്ട് തിരിച്ച് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ ഇറങ്ങി, മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങി ഉമ്മനോട് ഒരു ഹായ് ഒക്കെ തരാൻ പറയുന്നുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഹായ് ഒക്കെ ഞങ്ങൾക്ക് തന്നത്. അങ്ങനെ മെഡിക്കൽ കോളേജിന് പുറത്തിറങ്ങി. അവിടുന്ന് ഞങ്ങൾ പിന്നെ നേരെ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പിങ്ങിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടുന്ന് പിന്നെയും ബസ് കയറിയിട്ടാണ് പോകാനും. അപ്പം ഷോപ്പിങ്ങിന് വേണ്ടി ഷോപ്പിങ്ങിൽ പോകുന്നു. ഷോപ്പിങ്ങിന് വേണ്ടി ഞാൻ ഷോപ്പിങ്ങിൽ പോവാണ്. അങ്ങനെ ബസ് കയറിയപ്പോഴും എന്നെ ട്രോളാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട്. അങ്ങനെ ഷോപ്പിങ്ങിൽ എത്തിയപ്പം അവിടെ ഒരു കോഫി കഫേ എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ചെറുതായിട്ട് വിശക്കുന്നതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുന്ന് ലൈറ്റായിട്ടൊന്ന് കഴിക്കാൻ വിചാരിച്ചു. അപ്പം വളരെ ലൈറ്റായിട്ട് ഒരു ബിരിയാണി, ഒരു ലൈമ്, ഒരു ചായ, ഒരു കല്ലുമ്മക്കായ് ഒക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. അവിടെ പോയിട്ട് ഞങ്ങൾ എന്തൊക്കെ കടികളൊക്കെ ഉണ്ടെന്ന് നോക്കായിരുന്നു. ഉമ്മ ഇറച്ചിപ്പത്തിരി മതി എന്നൊക്കെ പറഞ്ഞ് ഇറച്ചിപ്പത്തിരിയൊക്കെ മേടിച്ചു. പിന്നെ അപ്പം ഈ ബിരിയാണി ഞങ്ങൾ വാങ്ങിയെന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ പോയിട്ട് സമാധാനത്തിൽ കഴിക്കാൻ വേണ്ടിയാണ്. അപ്പം അതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആക്ടിവിറ്റിയാണ്, സമാധാനത്തിൽ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത്. അപ്പം അത് ഞാൻ പാർസലായിരുന്നു മേടിച്ചിരുന്നത്. അങ്ങനെ കല്ലുമ്മക്കായ് കടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കടിച്ചപ്പോൾ തന്നെ ഞാൻ ആ തോടുമല കടിച്ചപ്പോൾ നല്ല ഒരു സ്പൈസി ആയിട്ടുള്ള സാധനമായിരുന്നു. ഞാൻ ഉമ്മക്ക് കൊടുത്തു. ഉമ്മ കൽമാസായിരുന്നു വാങ്ങിയിരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ കണ്ടിട്ട് കുറേ പേര് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് വ്ളോഗ് എടുക്കണമല്ലോ. അങ്ങനെ ഞാൻ ആ സാധനമൊക്കെ കഴിച്ചു. അപ്പം അവിടുന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ പിന്നെ ഷോപ്പിങ്ങിലേക്കാണ് കയറിയത്. അവിടുന്ന് ഇറങ്ങി എങ്ങനെ ഒരു മിഠായി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോഴും ഉമ്മൻ്റെ ട്രോളി കുറേ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ലിഫ്റ്റ് കയറിയിട്ട് 2nd ഫ്ലോറിലാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് ലിഫ്റ്റിൽ പോയി. അപ്പം അവിടെ ഫുൾ നമ്മളെ കുർത്ത അല്ലെങ്കിൽ നമ്മുടെ സൽവാർ സെക്ഷനാണ് 2nd ഫ്ലോറിൽ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് കയറിയിരിക്കുകയാണ് ഗൈസ്. ലിഫ്റ്റ് പൊളിഞ്ഞാടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആകാശത്തേക്ക് പോകും. ഓക്കെ, അപ്പോൾ എനിക്ക് പേഴ്സണലി ശോഭിക എന്ന് പറയുന്നത് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമാട്ടോ. എനിക്ക് സൽവാറൊക്കെ എടുക്കാനൊക്കെ കുറച്ചുകൂടി ശോഭിക ആണ് പേഴ്സണലി ഇഷ്ടമുള്ളത്. മറ്റേ നമ്മുടെ കാഷ്വൽ ടൈപ്സൊക്കെ ഞാൻ കഷ്ടിക്കാണ് എടുക്കാറ് എസ്എം സ്ട്രീറ്റിലുള്ള. അപ്പം എൻ്റെത് പെട്ടെന്ന് കഴിഞ്ഞു, ചുരിദാർ പെട്ടെന്ന് എടുത്ത് കഴിഞ്ഞു. പിന്നെ ഉമ്മക്ക് വേണ്ടത് ഒരു പ്രിൻറ്റഡ് ബ്ലൗസും സാരിയായിരുന്നു. അപ്പോൾ അത് ഒരുപാട് നേരം ഉമ്മ തപ്പിക്കൊണ്ടിരുന്ന് പക്ഷെ കിട്ടിയില്ല. നമുക്ക് വേണ്ട ആ ഒരു സാധനം കിട്ടുന്നില്ല. സോ ഫ്ലോറൽ പ്രിൻ്റുള്ള ബ്ലൗസായിരുന്നു ഉമ്മ ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ അത് കിട്ടിയില്ല. കുറേ തപ്പി. ഒരു പിങ്ക് സാരി ആയിരുന്നു, അത് മെറ്റീരിയലാണ്. എന്നിട്ട് എടുത്തിട്ട് അതിലേക്ക് രണ്ടും മെറ്റീരിയൽ എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ അവസാനം പിന്നെ ഞങ്ങൾ ചുരിദാർ സെക്ഷനിലേക്ക് പോയി. അവിടുന്ന് ഒരു ചുരിദാർ ഉമ്മ ഫൈനലി ഇഷ്ടപ്പെട്ടു, അതാണിത്. അങ്ങനെ ഈ ഒരു പീച്ച് നമുക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണ്. ഞാൻ അവസാനം ഫൈനലി ആ ഒരു ചുരിദാറും എൻ്റെ ഒരു ചുരിദാറും എടുത്തിട്ട് ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ പോകുന്നത് ഉമ്മക്ക് എന്തോ സാരി എന്തോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഷോപ്പിലേക്കാണ് പോകുന്നത്, കസവ് കേന്ദ്ര. ഓക്കെ, അപ്പോൾ ഇനി അവിടെ നിന്നുള്ള വീഡിയോസ് നമുക്ക് കണ്ടാലോ. ഉമ്മ എന്താ എന്നെ പറ്റി പറയാനുള്ള നിങ്ങൾക്ക് അഭിപ്രായം പറയൂ. ഭയങ്കര സംഭവമാണ്. പിന്നെ ഹെൽപ്പ് ചെയ്യും. ചിലപ്പം ഇതൊന്നും മണിക്കൂർ കിടന്നുറങ്ങും. ഇത് കട്ട് ചെയ്യണം. ഇതൊന്നും ഞാൻ എന്താ പറയുക പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നതല്ല എന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ അല്ല. ഓക്കെ, അപ്പം നല്ല മോളാണ്, പക്ഷെ ചിലപ്പോൾ ഭയങ്കര കുറുമ്പത്തിയാ. നിങ്ങൾ പറയുന്നൊന്നും ഇവിടെ കേൾക്കില്ല. ഇത് ഞാൻ മൈക്ക് വെക്കുമ്പോൾ മാത്രം പറയാൻ പറ്റുള്ളൂ. ഇത് ഇങ്ങനെയൊന്നും അല്ലടേ. ഓക്കെ, അപ്പം ഞാൻ മൈക്ക് വെക്കുമ്പോൾ മാത്രം ഇതിനെ പറ്റി നല്ല പറയാം. ഓക്കെ അപ്പം ഞാൻ പറയണ കേൾക്കാം. എന്താണ് പറയുന്നത് വെച്ചാൽ ദാനിഷ നല്ല മോളാണ്, ചിലപ്പോൾ ഭയങ്കര കുറുമ്പത്തിയാണ്. ഞാൻ പോട്ടെ. ഇനി ഇവിടെ ഇരുന്നാൽ ഞങ്ങൾ ഇവിടുന്ന് ഷോപ്പുകാർ തല്ലി പറഞ്ഞു. ഞങ്ങൾ ഷോപ്പിന് പുറത്തെത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാ? ഓട്ടോ വിളിച്ചാണോ പോകുന്നത്? ഓക്കെ, ഞങ്ങൾ ഭയങ്കര റിച്ചാണ്. ഞങ്ങൾ ബസ്സിലും ഓട്ടോയിലൊക്കെ പോവുള്ളൂ. അയ്യോ, ഒരു ബസ് പോയി.
അപ്പം ബാക്കിയുള്ളവർ എന്നെ കാണുമ്പോൾ അവർ ആയിരിക്കുന്നത് എനിക്ക് പ്രാന്താന്ന്. ഞാൻ ഫോണും പിടിച്ച് മൈക്കൊക്കെ പിടിച്ച് നടക്കുന്ന കണ്ടിട്ടില്ല അമ്മ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെയും ബസ് കയറിയിട്ട് വേണം കസവ് കേന്ദ്ര പോകാൻ. അടുത്ത ഷോപ്പ് എന്ന് പറയുന്നത് കസവ് കേന്ദ്രയാണ്. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. ഇനി ഇവിടെ നിന്നുള്ള ഷോപ്പിംഗ് ആണ് അടുത്തത്. ഉമ്മക്ക് എന്തൊക്കെ സാരി ബ്ലൗസ് ഒക്കെ മേടിക്കാനുണ്ട്. അപ്പം ഉമ്മാൻ്റെ സാരീൻ്റെ തുണി കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ബ്ലൗസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മ ആ സാരീൻ്റെ തുണീൻ്റെ കളറൊന്ന് കാണിച്ചെടുക്കുക. ഇതാണ് സാരീൻ്റെ തുണീൻ്റെ കളർ എന്ന് വെച്ചാൽ ഒരു ഗ്രേപ്പ് വൈൻ്റെ കളർ അല്ലേ, ആ കളറ്. അപ്പോൾ അതിലേക്ക് നല്ല പ്രിൻറ്റഡ് നമുക്കൊരു പിക്ചർ ഉണ്ട്. ആ പിക്ചറിലേക്ക് ഒത്ത സാധനം കിട്ടണം, അല്ലെങ്കിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. അതാണ് പ്രശ്നം. ഗൈസ് ഇപ്പോഴും ഉമ്മൻ്റെ ബ്ലൗസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും കുറേ നോക്കി കിട്ടിയില്ല. സോ എൻ്റെ ഫോണിൽ ചാർജ് തീരാനായി. അപ്പോൾ ഞാൻ ആ ചാർജിൽ ഡെലിവറി ചാർജ് അവിടെ കൊടുത്താൽ ഡെലിവറിയിൽ കൊടുത്താൽ ചാർജിലിടാൻ പറ്റും. അപ്പോൾ ഗൈസ് ഞാൻ ചാർജിലിടാൻ പോയാൽ എനിക്ക് അമ്മളെ പറ്റി. കാരണം എന്താ വെച്ചാൽ ഞാൻ എവിടെ പോവാണെങ്കിലും ചാർജർ എടുക്കുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് എന്താണെന്ന് പറഞ്ഞോടെ ചാർജർ എടുത്തില്ല. ഇവിടെ അവർ പറഞ്ഞു ചാർജർ ഉണ്ടെങ്കിൽ കുത്തിടാം, അല്ലാതെ ബാക്കിയൊക്കെ ഫുള്ളാണെന്നാണ് പറഞ്ഞത്. എന്തൊരു കഷ്ടമാണ്. അപ്പോൾ എൻ്റെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ പകുതി വെച്ച് നിന്ന് പോകാൻ ചാൻസ് ഉണ്ട് ഗൈസ്. റിയലി സോറി. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് ഇപ്പം എപ്പോഴും കിട്ടിയിട്ടുള്ള സാധനം എപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പം നേരെ ഇവിടുന്ന് വീട്ടിലോട്ടാണ് പോകുന്നത്. ചിലപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പം വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ. സോ ഗൈസ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. പക്ക ടയേർഡ് പറഞ്ഞാൽ പക്ക ബാക്കിലെ വെള്ളമൊക്കെ കത്തുന്നു. ഓക്കെ, അപ്പം പക്ക ടയേർഡാണ്. ഇനി ഫുഡോടി കഴിച്ചൊന്ന് കിടന്നാൽ മതി. കാരണം ബസ് പിടിച്ച് കയറി അങ്ങോട്ട് കയറി കഴിഞ്ഞ് നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പം വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ബാക്കി നമുക്ക് കാണാം. ഓക്കെ, അപ്പം നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബിരിയാണി കഴിക്കാൻ പോവാണ്. അപ്പം ഞാൻ ഉച്ച മുതലൊന്നും കഴിച്ചിട്ടില്ല. അന്ന് നേരത്തെ കോഫിയാണ് കഴിച്ചത്. കുറച്ച് എന്താണ് ഞാൻ കഴിച്ചത്? കല്ലുമ്മക്കായും ഇറച്ചിപ്പത്തിരിയും പിന്നെ എന്തോ കൽമാസോ അങ്ങനത്തെ പിന്നെ ലൈൻ. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ബിരിയാണി. ഓക്കെ, ബിരിയാണി കഴിക്കാൻ പോവാണ്. ഇത് പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ബാഗിലൊക്കെ വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. ആടാ 2 പീസുണ്ട്. 2 പീസുണ്ട്. കാരണം എന്താ പറയുക, ഞാൻ വരുന്ന വഴിക്ക് ഇതിന് റേറ്റ് ഞങ്ങൾ കഫേയിൽ അവിടെ കയറിയ സമയത്ത് കോഫി കഫേ കയറിയ സമയത്ത് ഞങ്ങൾ വെച്ച് ഭയങ്കര റേറ്റ് ആവുമെന്ന്. പക്ഷേ ടോട്ടൽ ബില്ല് വന്നത് 200 സംതിങ് എന്തോ വന്നിട്ടുള്ളൂ. അത് 230 അങ്ങനെ എന്തോ വന്നിട്ടുള്ളൂ. അപ്പം സാധാരണ ബിരിയാണി കോഴിക്കോട് നിന്ന് കഴിക്കുമ്പം സാധാരണ അത്യാവശ്യം റേറ്റ് ആവാറുണ്ട്. മറ്റേ ടോപ്പ് ഫോമിലൊക്കെ 300 രൂപയൊക്കെയാണ് ഒരു ബിരിയാണിക്ക്. അപ്പം ഞങ്ങൾ വിചാരിച്ച് നല്ല റേറ്റ് ആയിരിക്കും. ഇപ്പം മല്ലി മുളകൊക്കെ വറക്കുന്നുണ്ട് ഉപ്പാൻ്റെ കമ്പനീൻ്റെ ബേസായിട്ട്. ഓക്കെ, അത് ചുമക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞെന്തായിരുന്നു? ബിരിയാണി. അപ്പം നല്ല റേറ്റ് ആവും വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്ര റേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ടേസ്റ്റ് നോക്കട്ടെ. നല്ല മാങ്ങ കുനുകുനാന്ന് അരിഞ്ഞ് കണ്ടു. കുനുകുനാന്ന് അരിഞ്ഞ് ഇതൊന്ന് ഫോക്കസ് ആകട്ടെ. ഓക്കെ, മാങ്ങ അച്ചാർ എങ്ങനെ അരിഞ്ഞ് കുനുകുന അരിഞ്ഞ്. ഇതാണ് ഞാൻ ഭയങ്കര ക്ലംസി. ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ താഴും. അപ്പോൾ ഞാൻ പറയാൻ വന്നത് വെച്ചാൽ അമ്മ എനിക്ക് വായനൊക്കെ വെള്ളം വരുന്നു. നിങ്ങൾ വായിൽ വെള്ളം വരുന്നത് നിങ്ങൾ കൊതിക്കണ്ട, ഞാൻ തരില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഞാൻ ബെഡിലിരുന്ന് കഴിക്കാൻ എന്തായാലും നിങ്ങളായിരിക്കണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു എന്താ വെച്ചാൽ ഇവിടെ ടേബിൾ മേറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലാണ് ഞാൻ വെച്ചിരിക്കുന്നത്, ബെഡിലല്ല. ബെഡിൽ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഇവിടെ ലാപ്പ് ഉണ്ട്. അപ്പം ഞാൻ നല്ല എൻ്റെ ഫേവറേറ്റ് ഏതെങ്കിലും സീരീസൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ചില്ല് ചെയ്ത് ഇരിക്കുക. ഞാൻ എൻ്റെ മുന്നേ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഹോബിയിൽ എനിക്ക് ഏറ്റവും സമാധാനം സന്തോഷം കിട്ടുന്ന കാര്യം നല്ല ബിരിയാണി, കട്ടൻ ചായ ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ. ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ അത് നല്ല എൻ്റെ ഫേവറേറ്റ് ഏതെങ്കിലും സീരീസ് കണ്ട് സമാധാനത്തിരിക്കും. എന്ത് സന്തോഷം അറിയോ അല്ലേ, എന്ത് സന്തോഷം. ഞാൻ സ്റ്റാർട്ടിങ് വീഡിയോ ആക്ച്വലി എടുക്കാൻ വിട്ടുപോയി. അപ്പം ഞാൻ വന്ന് ഫ്രഷായി ശേഷമാണ് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അവസാനം ഞാൻ സ്റ്റാർട്ടിങ് വീഡിയോ എടുത്തത്. അതിനുശേഷം ഫ്രഷ് ആയിട്ടാണ് ഇപ്പോൾ ബിരിയാണി കഴിക്കാൻ പോകുന്നതും. ഓക്കെ, അപ്പം അതാണ്. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. അപ്പം ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ഒരു ചിക്കൻ്റെ പീസ്. ചിക്കനൊന്നും വരുന്നില്ലല്ലോ ദൈവമേ. ഓക്കെ, എനിക്കെന്നെ വയലുകൾ വരുന്നു. ഓക്കെ, ബിസ്മില്ലാ.
അടിപൊളി അടിപൊളി. ഐ എം ഹാപ്പി 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 ഹാപ്പി. ഇത് മാങ്ങയല്ല ഗൈസ്, എനിക്ക് തെറ്റിപ്പോയത്, അത് ചേനയാ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. ക്യാമറ ഇവിടെ അല്ലേ, ഇവിടെ നോക്കി സംസാരിക്കണം, ഇവിടെ നോക്കി സംസാരിക്കണം, എപ്പോഴും ഡൗട്ടാണ് എനിക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞാൻ പറഞ്ഞല്ലോ അല്ലേ. ഓക്കെ ഓക്കെ, അപ്പം ഇനി എന്ത് വീഡിയോ വേണമെന്നുള്ളത് കമൻറ്റ് ബിലോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും